നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള പ്രമുഖ കമ്പനി എക്സലിജൻസ് എന്ന കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. ബിസിനസ് അസോസിയേറ്റ് ഇൻസൈഡ് സെയിൽസ് എന്നുള്ള വേക്കൻസിയാണ്. അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 31 മെയ് 2025 മാസം 31 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് CV അയച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റ് തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഏതൊരു ജോബിനും റോൾസ് ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ കാര്യങ്ങൾ എന്താ? ലീഡ് ജനറേഷൻ, പ്രൊആക്റ്റീവ്ലി ഐഡൻറ്റിഫൈ ദ പെർസ്യൂ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ലീഡും ജനറേറ്റ് ചെയ്യുക, കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. പിന്നെ നെറ്റ്വർക്കിംഗ് വിത്ത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ത്രൂ ഡയറക്റ്റ് അല്ലെങ്കിൽ ഔട്ട്റീച്ച് ഇൻക്ലൂഡിങ് കോൾഡ് കോൾ, ഇമെയിൽസ് ആൻഡ് ത്രൂ ലിങ്ക്ഡിൻ. നമ്മളെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഇമെയിൽ വഴിയും കോൾഡ് കോൾ വഴിയും അതുപോലെ ലിങ്ക്ഡിൻ വഴിയൊക്കെ ബന്ധപ്പെട്ട് നമ്മളൊരു ലീഡ് ജനറേറ്റ് ചെയ്യുക. അതിൽ മെയിൻറ്റെയിൻ ആൻഡ് അക്യുറേറ്റ് റെക്കോർഡ്സ് ഓഫ് സെയിൽസ് ആക്ടിവിറ്റീസ്. അതായത് റെക്കോർഡ്സ് സെയിൽസ് ആക്ടിവിറ്റീസുകൾ പിന്നെ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ മീറ്റിംഗ് ആൻഡ് ഫോളോ അപ്പ് യൂസിങ് അവർ CRM സിസ്റ്റം, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി നമ്മളെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. പിന്നെ സെയിൽസ് ആക്ടിവിറ്റികൾ കീപ്പ് ചെയ്യുക. അതുപോലെ പിന്നെ കോൾസിൻ്റെ പിന്നെ ആക്ടിവിറ്റികൾ കീപ്പ് ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ല. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനി ഡിഗ്രിയാണ്, ഏതെങ്കിലും ഡിഗ്രി മതി. പ്രിഫേർഡ് സ്കില്ലിലേക്ക് വരുമ്പോഴാണ് ഫ്രഷേഴ്സ് ഹു പാഷനേറ്റ് അബൌട്ട് സ്റ്റാർട്ടിങ് എ കരിയർ ഇൻ സെയിൽസ് എന്ന് പറയുന്നത്. അതായത് ഫ്രഷേഴ്സിന് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കരിയറാണ്. അതായത് ഫ്രഷേഴ്സിന് നല്ല പാഷനായിട്ട് സെയിൽസ് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ പറ്റുന്നൊരു ഫീൽഡാണ്. പിന്നെ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാകുക. പിന്നെ വില്ലിങ്നെസ് ടു വർക്ക് അക്കോർഡിംഗ് ടു US മാർക്കറ്റ് ഹവേഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ വർക്കിംഗ് ടൈം എന്നാണ് US മാർക്കറ്റ് സമയമായിരിക്കും ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ച് ഇത് ഇൻസൈഡ് സെയിൽസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഫീൽഡ് വർക്കല്ല വരുന്നത്. പിന്നെ എബിലിറ്റി ടു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് വില്ലിങ്സ് ടു ലേൺ. പിന്നെ കമ്മിറ്റ്മെൻറ്റ് ടു ഗ്രോ വിത്ത് ഓർഗനൈസേഷൻ വിത്ത് മിനിമം സ്റ്റേ ഓഫ് 3 years എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ മിനിമം 3 years എങ്കിലും സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാകുന്ന ഇവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയുന്നത്. ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം. നന്ദി.